അമ്മേ 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 മുത്തശ്ശി, അവിടെ എങ്ങും കാണുന്നില്ലല്ലോ മോളെ. ഇനി അമ്പലത്തിലും മറ്റു പോകുന്നു പറഞ്ഞായിരുന്നോ? ഇല്ലമ്മേ. അമ്പലത്തിൽ പോവായിരുന്നെങ്കിൽ മുത്തശ്ശി എന്നോടുകൂടി ചെല്ലാൻ പറയുമായിരുന്നു. അമ്മേ, എനിക്ക് തോന്നുന്നതേ മുത്തശ്ശി കണിമംഗലത്ത് പോയിട്ടുണ്ടാവുന്ന. അവിടേക്കോ? ആ അതെ അമ്മേ. ഞാൻ രാവിലെ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ ചെറിയച്ഛൻ്റെ കാര്യം. ചെറിയച്ഛൻ നിങ്ങളെ ഉപദ്രവിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ ചെറിയച്ഛനോടത് ചോദിക്കണം, ചെറിയച്ഛൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതാ. ഞാനും വരുണും കൂടി കുറേയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ടും രാത്രി നല്ലോണം ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നി. രാവിലെ കട്ടിലിൽ ഞാൻ കാണുകയും ചെയ്തതാ. വരുൺ പോകാൻ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ കണ്ടതാ. മുത്തശ്ശി ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. മോളെ, ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? അമ്മയാണെന്നൊന്നും ചന്ദ്രശേഖരൻ നോക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാ ഞാനിപ്പം മുത്തശ്ശിയെ തേടി അങ്ങോട്ട് ചെന്നാൽ അത് അതിലും വലിയ പ്രശ്നമായിരിക്കും. അല്ല, അച്ഛനമ്മ അവിടെ ഉണ്ടല്ലോ. എന്നാ മോളൊരു കാര്യം ചെയ്യ, പത്മിനിയെ വിളിച്ച് കാര്യം പറയാ. അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ പത്മിനി നോക്കിക്കോളൂല്ലോ. എന്നിട്ട് മുത്തശ്ശി എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയാ. ശരിയമ്മേ, ഞാൻ വിളിച്ചിട്ട് പോവാം. ആ മോളെ, ആ അച്ഛനോട് അവിടം വരെ ഒന്ന് പോയി നോക്കാൻ പറയണോ? അത് വേണ്ടമ്മേ. അച്ഛൻ അങ്ങോട്ട് ചെന്നാ എല്ലാ വാശിയും തീർത്ത് അച്ഛനെ അവർ അപമാനിക്കും. ഞാൻ ആദ്യം ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഈശ്വര, ഒന്നും ഉണ്ടാവല്ലേ.
മഹാപാപി, നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയുന്നില്ലല്ലോടാ. കൊല്ലാനാ വന്നതല്ലേ? സ്വന്തം മകനെ കൊല്ലാൻ ആരാ അമ്മയെ ചുമതലപ്പെടുത്തിയത്? അവളാണോ രാധിക? എനിക്കറിയാം, നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നത് ആ രാധികയും വരണും പറഞ്ഞിട്ടാ. അപ്പൊ നിങ്ങൾ എന്റെ ആരാ? ശത്രു. ശത്രുക്കൾ തമ്മിൽ പരസ്പരം വെട്ടിച്ചാവണ്ടേ? അല്ലെങ്കിൽ പരസ്പരം വെട്ടി വെട്ടി ജയിക്കണ്ടേ? എനിക്ക് ജയിക്കുന്ന ഇഷ്ടം. എന്നെ കൊല്ലാൻ പോകുന്നവരാരായാലും ജീവിച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണെങ്കിൽ നിങ്ങളും ചാവണ്ടേ? ചന്ദ്രശേഖര, വേണ്ട, ഇനി ആ വിളി വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ എന്നോട് തരിമ്പ് പോലും സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ ജയങ്ങൾക്കിടയിൽ എനിക്ക് പറ്റിപ്പോയ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് നിങ്ങളെ ഞാനങ്ങ് കൊല്ലാൻ പോവാ. ചന്ദ്രശേഖര, എന്താ ഈ കാണിക്കുന്നേ? എന്റെ അടുത്തേക്ക് വരരുത്. ആറ്റുവാശ്ശേരിയിൽ നിന്ന് എന്നെ കൊല്ലാനായിട്ട് കത്തിയുമായിട്ട് വന്നവരെ ഇവര്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. അങ്ങനെ ഒരാളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശവം എനിക്ക് അവരെ കാണിച്ചാലേ തൃപ്തിയാകൂ. ചന്ദ്രശേഖര, എന്താ ഈ കാണിക്കുന്നേ? കത്തി താഴെയാണെന്നാ പറഞ്ഞത്. ചന്ദ്രശേഖര, ഒന്നും ചെയ്യരുത്.